ഹായ് ഫ്രണ്ട്സ്, എന്താ പരിപാടി? നോക്കണ്ടട ഉണ്ണി, ഇത് ഗുലാബ് ജാമുൻ അല്ലാട്ടോ, ഇത് വേറൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് കൽക്കണ്ട് ജാമുൻ. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടുവാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന സാധനം കാണുമ്പോൾ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൽക്കണ്ട് ജാമുൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ മധുരക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മധുരക്കിഴങ്ങ് നമുക്ക് ആവശ്യമില്ല, ഞാൻ മൊത്തത്തിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങിയെന്നുള്ളൂ. നമുക്ക് ഏകദേശം 2 കപ്പോളം മധുരക്കിഴങ്ങ് മതി കേട്ടോ. ഞാനിപ്പോൾ ആവിയിൽ മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. 2 കപ്പ് മധുരക്കിഴങ്ങിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളായിട്ട് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തണുത്ത് ഉടച്ച് വച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തു. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തു. നെയ്യും നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കാം. നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വെച്ചു. ഇനി നമുക്കിതിനൊരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പാനി തയ്യാറാക്കണം. ഇത് പനം കൽക്കണ്ടം എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ സാധാ കൽക്കണ്ടല്ല, പനം കൽക്കണ്ടം. അത് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. ഏകദേശം ഈ ഒരു 2 കപ്പ് മധുരക്കിഴങ്ങിന് നമുക്ക് ഒരു 1.5 കപ്പ് 1.25 കപ്പോളം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു പാനി, കൽക്കണ്ട പാനി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് വെച്ച ആ മധുരക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം. ഗുലാബ് ജാമുൻ ബോളാക്കുന്ന പോലെ നമുക്കിതൊന്ന് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ഒന്ന് ബോളാക്കി എടുക്കാം. ഇനി ഇതിങ്ങനെ നമ്മൾ ഓരോന്നും ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ബോൾ ഇട്ട് കൊടുക്കാം. പണി പാളി, എണ്ണ അത്ര ചൂടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് വിട്ടുപോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒതുക്കി കുഴച്ചെടുക്കുകയും എണ്ണ നന്നായിട്ട് ചൂടാവുകയും വേണം കേട്ടോ. ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഒന്ന് ആവശ്യത്തെ കൊണ്ട് ഇട്ടുപോയി. വറുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നന്നായി തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ആ കൽക്കണ്ട പാനിയിൽ ഇത് നല്ലപോലെ അകത്തേക്കും ആ മധുരം ചെല്ലാൻ വേണ്ടിയിട്ട്. നന്നായി തണുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച കൽക്കണ്ട പാനി ഒഴിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ ചടപടാന്ന് ഇട്ട് കൊടുക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമായിട്ട് ഇത്. നന്നായി കുതിർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു മധുരമൊക്കെ കയറി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ആദ്യമായി കഴിക്കുന്ന ഒരാൾ പറയാതെ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മധുരക്കിഴങ്ങാണെന്ന് ഒട്ടും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഇത്. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ പാനി ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാനിയിലേക്ക് ഇടാനും പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൽക്കണ്ട് ജാമുൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇടത്തെ കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു, ബൈ.